ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട്? ഞാനിത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്താ കാരണം എന്നറിയോ? നമ്മളിന്ന് ഡൽഹി പോവുകയാണ്. നമുക്ക് ഡൽഹി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും ആതിരയും ഉണ്ട് കേട്ടോ. പക്ഷെ പോകുന്നത് ഞാൻ മാത്രമാണ്. ഇവർ 3 പേരും എന്നെ യാത്രയാക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ തിരക്കൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിതാ ഡൽഹി പോകാൻ വേണ്ടിയിട്ട് പട്ടാമ്പി എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എക്കണോമി കോച്ചാണ്. അപ്പോൾ M1 ആണ്. അപ്പോൾ നമ്മളുടെ കോച്ച് വന്നിട്ട് അത് നമുക്ക് 5ാമത്തെ ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഫ്രണ്ടിൽ പോകണം. അവിടെ നട്ടപ്പര വെയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഫാന് പോലും ഇല്ല കേട്ടോ. നല്ല ചൂടെടുത്തിട്ട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ ഞങ്ങളെന്തായാലും നേരത്തെ എത്തി. ഇപ്പോൾ ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരി ആയിരിക്കുന്നു. അപ്പോൾ എന്തായാലും നേരത്തെ എത്തിയത് എന്താണെന്ന് വെച്ചാൽ പാലം അവിടെ സീനായതുകൊണ്ട് 10 വണ്ടി അറ്റ് ടൈം കിടക്കുന്നുള്ളൂ ഓരോ സൈഡിൽ നിന്ന്. അപ്പോൾ അവിടെ ബ്ലോക്ക് ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ കൈ പിടിച്ചിട്ടുണ്ട് 2 ദിവസത്തേക്ക്. പിന്നെ അമ്മ ഉണ്ട്. പക്ഷെ അമ്മയും ആതിരി അച്ഛനും ഇന്നെ യാത്ര അയക്കാൻ വന്നതാണ് കേട്ടോ. ടാറ്റാ ബൈ ബൈ. അപ്പോൾ അച്ഛൻ ജസ്റ്റ് അങ്ങോട്ട് പോയി. അച്ഛനങ്ങനെ ഇരിക്കുന്നേ ഇഷ്ടമില്ല, ഇങ്ങനെ നടക്കുക. അപ്പം അച്ഛൻ അങ്ങോട്ട് പോയി. അപ്പം എന്തായാലും അതെ, ഭയങ്കര ദേഷ്യം. അപ്പോൾ പിന്നെ അച്ഛന് എപ്പോൾ എവിടെ പോകണമെങ്കിലും നേരത്തെ ഇറങ്ങണം, പറഞ്ഞതിന് മുമ്പ് അവിടെ എത്തണം, അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. പക്ഷെ നമുക്ക് നേരത്തെ വന്നിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചടപ്പുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിവിടെ മുമ്പ് തന്നെ ഒരു മറ്റേ ചരക്കൊക്കെ കൊണ്ടുവന്ന ട്രെയിൻ ഉണ്ടല്ലോ, ട്രക്ക് എന്ന് പറയുന്നത്, ചരക്കൊക്കെ കൊണ്ടുവന്ന ട്രെയിൻ അതുണ്ട് കേട്ടോ. അതെ, ഞാൻ ഫുഡൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്. പിന്നെ ബാഗ് ഞാൻ നിലത്ത് വെച്ചിട്ടില്ല, അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ അറിയില്ലല്ലോ വെയിറ്റ്. അപ്പം എന്തായാലും ബാക്കിയൊക്കെ ഇനി എന്തായാലും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഗൈസ്. നിങ്ങൾ സഹിച്ചേ പറ്റൂ. അപ്പം ഞാൻ എന്തായാലും ട്രെയിനിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ടാറ്റാ. എന്തിനാ ഞാൻ ടാറ്റ പറയുന്നത്? ഓക്കെ, ട്രെയിൻ കയറിയിട്ട് കാണാം. പക്ഷേ എന്തെങ്കിലും പറയാനെങ്കിൽ പറഞ്ഞോ. അപ്പം ഞാൻ ട്രെയിൻ ശബ്ദം വരുന്നുണ്ട് എന്നൊക്കെ. ട്രെയിൻ കുണുങ്ങി വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ബാഗൊക്കെ അടിച്ചോട്ടുണ്ടോ. ട്രെയിന് കുണുങ്ങി വരുന്നുണ്ട്. കുണുങ്ങി വരുന്നത് കുഞ്ഞോട്ടെണ്ണ അന്ന് പോലെ ഉണ്ടാവും. ഇതൊന്നും ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിതാ ട്രെയിനിൽ കയറി. നമ്മൾ എക്കണോമിക് കോച്ചിലാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളാണ്. പിന്നെന്താ, ഞാൻ ട്രെയിനിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചാൽ, ട്രെയിനിൻ്റെ ഭാഗങ്ങളില്ല കാണിച്ചു തരാൻ ഓരോ കാര്യം. സംസാരിക്കും.
कॉफी चाय ഇതിപ്പോൾ മംഗലാപുരത്ത് നിർത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ ചായ ഒരു സമൂസയുമായി ഇവിടെ മംഗലാപുരത്ത് നിർത്തിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കണം നേരത്തെ ഓൺലൈൻ കൊണ്ടാകും മുമ്പ് എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. നമ്മളിത് ചായ സമൂസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സമൂസ കഴിച്ചു കേട്ടോ. നല്ല നല്ല സമൂസയായിരുന്നു. പിന്നെ ചായ നേരത്തെ നമുക്ക് പെട്ടെന്ന് വീഡിയോ ഓഫ് ചെയ്ത് വന്നു കേട്ടോ. കാരണം എന്താ വെച്ചിട്ടാൽ നമ്മുടെ വിസിലടിച്ചപ്പോൾ ഞാൻ പേടിച്ചു. എനിക്ക് പുറത്ത് നിൽക്കുമ്പോൾ പേടിയാണ്. ട്രെയിൻ എടുക്കുന്നുള്ള പേടിയാണ്. അപ്പോൾ പെട്ടെന്ന് വിസിലടി കണ്ടപ്പോൾ ഞാൻ വേഗം ഓടിക്കയറിയത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ പെട്ടെന്ന് ഓഫ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ മംഗലാപുരത്ത് ഇപ്പോൾ നമ്മൾ എടുത്തു കേട്ടോ. ഇനി പെട്ടെന്ന് നമ്മൾ എത്തുന്നതായിരിക്കും തോന്നുന്നു. ഇനി വൈകിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടക്കാം.